The Hero Expulse. You can have it all. ഹീറോൻ്റെ വരാനിരിക്കുന്ന പുതിയ എക്സ്പൾസിനെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റ് ആണ്. ഈ ഒരു ബൈക്ക് ഇപ്പോൾ ടെസ്റ്റിങ്ങിൽ വീണ്ടും സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ എക്സ്പൾസ് 210 വരുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും ഈ ഒരു ബൈക്കിന് വരാൻ പോകുന്നത് നോക്കാം. അതിനു മുമ്പ് നമ്മൾ ഇപ്പോഴത്തെ എക്സ്പൾസിൻ്റെ കുറച്ച് അപ്ഡേറ്റ് ഒക്കെ നോക്കാം. എക്സ്പൾസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് അഡ്വഞ്ചർ മോട്ടോർസൈക്കിൾ ഒന്നാണ്. ഒരു 2 lakh അണ്ടറിലൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു ബെസ്റ്റ് ADV ആണ്. ഏറ്റവും വില കുറഞ്ഞൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു ADV ആണ് എക്സ്പൾസ് മാത്രമാണ് ഇപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ളത്. ബാക്കി എല്ലാ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിനൊക്കെ നല്ല പ്രൈസ് ഉണ്ട്. എക്സ്പൾസ് 2 lakh അണ്ടർ ആണെങ്കിലും നമ്മളെ KTMൻ്റെ അഡ്വഞ്ചർ 250 അല്ലെങ്കിൽ KTMൻ്റെ അഡ്വഞ്ചർ 390, BMW G310 GS, ST അഡ്വഞ്ചർ, ഹിമാലയൻ, ഈ ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളൊക്കെ അത്യാവശ്യം നല്ലൊരു പ്രൈസ് ഉണ്ട്. ഇതിലേറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ളതും ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് നമ്മൾ എക്സ്പൾസ് മാത്രമാണ്. ഇതൊരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് നെഗറ്റീവും എക്സ്പൾസിനുണ്ട്. ഓഫ് റോഡിൽ ഈ ഒരു ബൈക്ക് വേറെ ലെവലാണെങ്കിലും ഒരു നെഗറ്റീവും പറയാനില്ലെങ്കിലും ഓൺ റോഡിൽ കുറച്ച് ഈ ഒരു ബൈക്കിന് കുറച്ച് നെഗറ്റീവ് പറയാനുണ്ട്. അതിലെടുത്തു വരേണ്ട ഒരേ ഒരു കാര്യം എഞ്ചിനാണ്. ഈ ഒരു ബൈക്കിൻ്റെ ഇപ്പോഴത്തെ എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മളെ എക്സ്ട്രീം 200S ഉപയോഗിച്ചിട്ടുള്ള അതേ ഒരു 200cc എഞ്ചിനാണ്. റോഡിൽ വലിയൊരു പെർഫോമൻസ് ഫീൽ ചെയ്യുന്ന ഒരു എഞ്ചിനല്ല, കുറച്ച് അണ്ടർ പവർ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. എക്സ്പൾസിൻ്റെ 2 ആണ് ഭയങ്കരമായിട്ട് അണ്ടർ പവർ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. 4 valve കുറച്ചും കൂടി ഇനീഷ്യൽ പവറൊക്കെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി പുതിയ എക്സ്പൾസ് വരാൻ പോകുമ്പോൾ മെയിനായിട്ട് വരുന്ന ചേഞ്ചസ് എഞ്ചിനിൽ തന്നെയാണ്. നമ്മളെ ഇപ്പോഴത്തെ എഞ്ചിൻ അവർ എടുത്ത് മാറ്റാൻ പോക്കാണ്. ഇനി വരാൻ പോകുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് ഹീറോൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കരീസ്മ XMR 210ൻ്റെ അതേ ഒരു എഞ്ചിനാണ് വരാൻ പോകുന്നത്. ആ ഒരു ടെസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും പഴയ എഞ്ചിനല്ല, പുതിയൊരു ലിക്വിഡ് കൂൾ എഞ്ചിനാണ് എക്സ്പൾസിന് വരാൻ പോകുന്നത്. അതായത് 200cc നിന്നും 210cc മാറാൻ പോക്കാണ്. അതുപോലെ തന്നെ എഞ്ചിൻ്റെ ഒരു ഫുൾ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ 210cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 valve ലിക്വിഡ് കൂൾഡ് DOC എഞ്ചിനാണ്. എഞ്ചിൻ്റെ പവറിലും ടോർക്കിലും നല്ല വ്യത്യാസം വരും. 25 BS ഓഫ് പവറാണ്. മാക്സിമം ടോർക്ക് 20 Nm ഓഫ് ടോർക്കാണ്. പിന്നെ 6 speed ഗിയർ ബോക്സ് ആയിരിക്കും. പഴയ എക്സ്പൾസിന് 5 speed ഗിയർ ബോക്സും ഓയിൽ കൂൾ എഞ്ചിനുമാണ്. പുതിയ എക്സ്പൾസിലേക്ക് വരുമ്പോൾ 6 speed ഗിയർ ബോക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ലിക്വിഡ് കൂൾ എഞ്ചിനും കൂടി ആയിരിക്കും. കരിസ്മയുടെ എഞ്ചിൻ വരുന്നത് കൊണ്ട് തന്നെ എക്സ്പൾസിൻ്റെ ലോ എൻഡും മിഡ് റേഞ്ചും ടോപ്പ് എൻഡിലൊക്കെ നല്ല വ്യത്യാസം വരും. നിലവിലെ ടോപ്പ് എൻഡ് ഒരു 125 ആണ്. കരിസ്മയുടെ ഇപ്പോഴത്തെ ടോപ്പ് എൻഡ് നോക്കുകയാണെങ്കിൽ 145 ഒക്കെ പെട്ടെന്ന് കയറും. പക്ഷേ കരിസ്മയുടെ എഞ്ചിനാണെങ്കിലും കുറച്ച് ട്യൂണിങ്ങിൽ വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ എക്സ്പൾസിന് ഒരു 140 ആയിരിക്കും ടോപ്പ് എൻഡൊക്കെ കിട്ടാൻ പോകുന്നത്. നിലവിൽ കരീസ്മക്ക് ബജാജിൻ്റെ RS 200 കാട്ടിയും പവർ വരുന്നുണ്ട്. അതുപോലെ തന്നെ KTMൻ്റെ RC 200 അടുത്ത് തന്നെ പവറും വരുന്നുണ്ട്. വേറെ ഡിസൈൻ്റെ ഭാഗത്തുനിന്ന് വലിയ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ഒരു സ്പോട്ട് ചെയ്ത ഇമേജ് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മൾ പഴയ എക്സ്പൾസ് പോലെ തന്നെയാണ്. അതുപോലെ തന്നെ എക്സ്പൾസിൻ്റെ കുറച്ച് കംപ്ലൈൻറ്റ് അവർ പരിഹരിക്കാൻ ചാൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ഓയിൽ ലീക്കാണ്. അതായത് ബാക്ക് മോണോ ഷോക്ക് ഓയിൽ ലീക്ക് ആയിട്ടുള്ള പ്രശ്നം അധികം എക്സ്പൾസ് യൂസേഴ്സ് പറയാറുണ്ട്. അതുപോലെ തന്നെ എഞ്ചിൻ്റെ ടാപ്പ് ആൻഡ് നോയ്സ്, പിന്നെ മീറ്ററിൽ നമ്മുടെ ഗിയർ പുഷ് ഇൻഡിക്കേറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ചെറിയ കുറച്ച് ഇഷ്യൂസ് എക്സ്പൾസിനുണ്ട്. അതൊക്കെ ഹീറോ പരിഹരിക്കുമെന്ന് വിചാരിക്കാം. ഇത് പറയാനുള്ള കാരണം ഹീറോ എല്ലാം മാർക്ക് ചെയ്യുന്നുണ്ട്. നിലവിൽ എക്സ്പൾസിൻ്റെ മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഹെഡ്ലൈറ്റ് ആണ്. ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഇഷ്യൂ അവർ പരിഹരിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ബൈക്കിൻ്റെ എടുത്തു പറയേണ്ട കാര്യം സസ്പെൻഷനാണ്. ഫ്രണ്ടിലെ ടെലിസ്കോപ്പിക് ഫോർക്കും ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. 10 step അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. UHT ഫോർക്ക് ഇപ്പോഴും ഈ ഒരു ബൈക്കിന് വരുന്നില്ല. ഇനി വരാൻ സാധ്യതയുള്ള അപ്ഡേറ്റ് ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തു നിന്നാണ്. നിലവിൽ സിംഗിൾ ചാനൽ ABS ആണ് എക്സ്പൾസിനുള്ളത്. എന്നാൽ ഡുവൽ ചാനൽ ABSയിലേക്കുള്ള ഒരു അപ്ഡേറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഡുവൽ ചാനൽ ABS വരുമ്പോൾ ഈ ഒരു ABS ഓഫ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി സ്വിച്ചബിൾ ABS ആക്കിയിട്ടായിരിക്കും അവർ ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ഡുവൽ ചാനൽ ABSൻ്റെ കാര്യം കൺഫേം ആയിട്ടില്ല, ചെറിയൊരു സാധ്യത മാത്രമാണ്. ഫ്രണ്ടിൽ 21 ഇഞ്ചും ബാക്കിൽ 18 ഇഞ്ചിൻ്റെ സ്പോക്ക് വീലിൻ്റെ ഒരു ട്യൂബ് ടയറാണ്. ഗ്രൗണ്ട് ക്ലിയറൻസിൽ ചെറിയൊരു മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. നിലവിൽ 220 mm ആണ്. അത് 230 mm അപ്ഡേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത്രയും അപ്ഡേറ്റ് വരുന്നത് കൊണ്ട് തന്നെ പ്രൈസിങ്ങിൽ നല്ല രീതിക്ക് തന്നെ വ്യത്യാസം വരും. ഈ ഒരു ബൈക്കിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് പ്രൈസ് വരാൻ പോകുന്നത് 1,60,000 രൂപയാണ്. ഇനി പുതിയ എക്സ്പൾസ് ഇന്ത്യയിലേക്ക് എപ്പോഴാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് നോക്കാം. നിലവിലെ റിപ്പോർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ 2025 പുതിയ എക്സ്പൾസ് വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. കാരണം 2024 ഒരുപാട് ബൈക്ക് ഹീറോൻ്റെ ഭാഗത്തുനിന്ന് വരാനുണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ 2024 ലാസ്റ്റിലായിരിക്കും എക്സ്പൾസിൻ്റെ ലോഞ്ച് നടക്കാൻ പോകുന്നത്.